നമസ്കാരം. ഇന്നത്തെ വിഷയം ലൈംഗിക ഗോപ്യതയും ലൈംഗിക സ്വാർത്ഥതയും. ആണിനും പെണ്ണിനും സർവ്വ ജീവികൾക്കും താല്പര്യമുള്ള വിഷയമാണ് ലൈംഗികത. അന്നേരം ആദ്യം ലൈംഗിക ഗോപ്യതയെ പറ്റി പറയും. ഗോപ്യമായി ലൈംഗിക വീഴ്ച നടത്തുന്നതാണ് ലൈംഗിക ഗോപ്യത. എന്തുകൊണ്ട് മനുഷ്യൻ പരസ്യമായി ലൈംഗികത ചെയ്യുന്നില്ല? കാരണം എന്താണ്? അത് നാണം വരും. മനുഷ്യന് നാണം വരും. മനുഷ്യന് ലൈംഗിക ഗോപ്യത ഉണ്ട്. ജന്തുക്കൾക്കില്ല. ജന്തുക്കൾക്ക് നാണമില്ല. വസ്ത്രം എന്ന് വന്നു തുടങ്ങിയോ അന്ന് മുതലാണ് ഈ ലൈംഗികതയ്ക്ക് ഗോപ്യത വന്നു തുടങ്ങിയത്. ആദിമ മനുഷ്യൻ ഒരുപക്ഷെ പരസ്യമായി വീഴ്ച നടത്തുന്നവനായിരിക്കാം. അവൻ ഇന്നു മുതൽ ലൈംഗിക അവയവം മുതൽ മേൽപോട്ട് ഇങ്ങനെ വസ്ത്രം ധരിച്ച് അവൻ ശരീരം മുഴുവൻ ആവരണം ചെയ്തോ അവന് ലൈംഗികതയും ഗോപ്യതയിലേക്ക് എത്തിച്ചു. അത് സർവ്വജീവികൾക്കും ഉള്ളതല്ല. പക്ഷേ മറ്റൊന്ന് സർവ്വ ജന്തുക്കൾക്കും ഉള്ളതാണ് ലൈംഗിക സ്വാർത്ഥത. ലൈംഗിക സ്വാർത്ഥത പട്ടിക്കും പൂച്ചയ്ക്കും എല്ലാ ജന്തുക്കൾക്കും ഉണ്ട്. സ്വന്തം ഇണയെ മറ്റൊരാൾക്ക് കൊടുക്കില്ല. അതെന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്നുള്ളതാണ് എൻ്റെ ചിന്ത. അത് യഥാർത്ഥത്തിൽ പ്രത്യുൽപാദനപരമായ ഒരു കാര്യമാണ്. ആർക്കും എങ്ങനെയും എവിടെയും നൽകപ്പെട്ടാൽ പെട്ടെന്ന് പ്രത്യുൽപാദനം ഉണ്ടാവും. അതിന് കുറച്ച് സ്വാർത്ഥത ഉണ്ടാവണം. ഇണകൾ തമ്മിലുള്ള സ്വാർത്ഥത, അതിന് കുറച്ച് ഗോപ്യത. അതാണ് ലൈംഗിക സ്വാർത്ഥത. അത് എല്ലാ പട്ടിക്കും ഉണ്ട്. പട്ടി വീഴ്ച നടന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. എല്ലാ പട്ടിയും സ്വന്തം ഇണയെ ഒരിക്കലും ഷെയർ ചെയ്യാൻ മുതിരത്തില്ല. അതാണ് ലൈംഗിക സ്വാർത്ഥത. ലൈംഗിക സ്വാർത്ഥത പ്രത്യുൽപാദനപരമായ കാര്യമാണ്. കൂടുതൽ പ്രത്യുൽപാദനം ഉണ്ടായിരിക്കാൻ ഇണയെ ഷെയർ ചെയ്യാതിരിക്കും, കൂടുതൽ ഷെയർ ചെയ്യും. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ ലൈംഗിക അവയവം എന്തുകൊണ്ട് ഗോപ്യമായ ഒരു സ്ഥലത്തിന് കൊണ്ടുവന്ന് വെച്ചു തമ്പുരാൻ അല്ലെ പ്രകൃതി? മനുഷ്യൻ്റെ കാലിൻ്റെ ഇടയ്ക്കാണ്, തുടക്കിടയ്ക്ക്. അതെന്തുകൊണ്ട് കൊണ്ടുവച്ചു? പെട്ടെന്ന് ലൈംഗിക വീഴ്ച വരാതിരിക്കാൻ, ലൈംഗിക വീഴ്ച ഏർപ്പെടാതിരിക്കാൻ. കയ്യേലം നോക്കി, കയ്യേലാണ് യോനിലിംഗങ്ങളെങ്കിൽ ബസ്സേ കയറുമ്പോഴൊക്കെ ഈ ലൈംഗിക വീഴ്ച നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ പ്രത്യുൽപാദനം വളരെ ഏറെയാകും. ഇതൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നാം, പക്ഷെ തമ്പുരാൻ ഇതെല്ലാം കറക്റ്റായിട്ടാണ് ചെയ്യുന്നത്. ആണും പെണ്ണും മനസ്സ് വെച്ച് അതിനുവേണ്ടി തയ്യാറെടുത്ത് അതിനുവേണ്ടി പെണ്ണനുവദിച്ച് ആണും തയ്യാറായി ചെയ്യേണ്ട ഒരു കർമ്മമാണ് ലൈംഗിക വീഴ്ച. ആ ലൈംഗിക വീഴ്ച ചെയ്യുന്നത് വളരെ ഗോപ്യമായി. അവരുടെ യോനി ലിംഗങ്ങൾ വളരെ ഗൂഹ്യമായ സ്ഥലത്ത്, ഗൂഹ്യം എന്ന വാക്ക് അങ്ങനെയാണ് വന്നത്. അതായത് തുടകൾക്കിടയിൽ ആ ഭാഗത്ത് വന്നത് പ്രകൃതി വരുത്തിയത് അതിനുവേണ്ടിയാണ്. അതാണ് ഇന്നത്തെ വിഷയം. ഇത് കൃത്യമായി എല്ലാവർക്കും ബോധ്യപ്പെട്ടു എന്ന് കരുതുന്നു. നമസ്കാരം.